Dear students, നമ്മൾ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻട്രൊഡക്ഷന് മുമ്പേ നമുക്ക് ജസ്റ്റ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഓവറോൾ സ്ട്രക്ചർ നമുക്കൊന്ന് ആദ്യം പരിചയപ്പെടാം. ദെൻ അതിന് ശേഷം നമുക്ക് എന്തിനാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നത്, ദെൻ അതിൻ്റെ എവല്യൂഷൻ എന്തൊക്കെയാണ്, ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, ഈ ഒരു ഇതിനകത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് an overview of computer system, then computer system architecture, what is an operating system, roles of operating system, objectives and goals of operating systems, generation of operating system services, types of operating system and system calls, operating system structure, multi-programming versus multiprocessing and versus multitasking, time sharing operating system, parallel processing operating system and distributed operating system. ഇത്ര കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ആദ്യത്തെ വീഡിയോസിനകത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാം കൂടി ഒരു വീഡിയോ എന്നല്ല, നമുക്ക് സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കമ്പ്യൂട്ടർ സിസ്റ്റം ഓവർവ്യൂ. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി കമ്പ്യൂട്ടർ എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. Then what are the basic elements of computer? കമ്പ്യൂട്ടറിൻ്റെ ബേസിക് എലമെൻറ്റ്സ് എന്തൊക്കെയാണ്? മെയിനായിട്ട് വരുന്നത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, ദെൻ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്, മെമ്മറി ആൻഡ് സിസ്റ്റം ബേസ്. ദീസ് ആർ ദ 4 basic units of a computer system. Okay, then processor. What is a processor? The central processing unit is called as processor and is an integrated chip or IC ആണ് in the central processing unit എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളൊരു മൈക്രോ കമ്പ്യൂട്ടറിനകത്താണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതൊരു മൈക്രോ ചിപ്പായിരിക്കും. അതുകൊണ്ടാണ് മൈക്രോ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഒരു മൈക്രോ ചിപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഒരു കമ്പ്യൂട്ടേഴ്സിനെ മൈക്രോ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഒരു സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന എന്തൊക്കെയാണ്? അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ്സ്, കൺട്രോൾ യൂണിറ്റ്സ് ആൻഡ് അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ്. Arithmetic logic unit performs the data processing functions and the control units controls the operations of the computer. നമ്മൾ പൊതുവെ യൂസ് ചെയ്യുന്ന പ്രോസസ്സേഴ്സ്, കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന 2 മാനുഫാക്ചേഴ്സ് ഏതൊക്കെയാണ്? നമ്മൾ സിസ്റ്റം വാങ്ങിക്കാൻ പോകുമ്പോൾ ഇന്ന മാനുഫാക്ചറിൻ്റെ സിസ്റ്റം വേണമെന്ന് പറയാറുണ്ട് അല്ലേ? അവിടെ ഉപയോഗിക്കുന്ന മാനുഫാക്ചർ ഏതാണ്? ഒന്ന് ഇന്റൽ, അല്ല ഇന്റലിൻ്റെ പ്രോസസ്സർ വേണം, അല്ലെങ്കിൽ AMD പ്രോസസ്സർ വേണം എന്നാണ് നമ്മൾ പറയാറ്. ഓക്കെ, അപ്പോൾ ദ 2 companies famous for manufacturing computer processors are Intel and AMD computers. Okay, AMD processor. Next, memory unit. Memory unit is a device that is used to store data and information. Then memory unit is divided into primary memory and secondary memory. Okay, then what is the difference between primary memory and secondary memory? Primary memory is volatile and is a temporary memory and the size of the memory is very small and the storage capacity is small. And in the case of secondary memory is a non-volatile memory and a huge amount of data is stored in secondary memory. As an example, HDD, hard disk, CD, compatible disk and DVD. These are the examples for secondary memories. Okay. Next, input-output module. Input-output module is a device that acts as the connective bridge between a computer system at one end and an IBO or peripheral devices at the other, such as printer, webcam or scanner. അതായത് നമുക്കറിയാം ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഒരു കളക്ഷൻ ഓഫ് ഡിവൈസസ് ആണ്. ഇൻപുട്ട് ഡിവൈസസ് ഉണ്ടാവും, അതുപോലെ തന്നെ അതിനകത്ത് എന്തുണ്ടാവും? ഔട്ട്പുട്ട് ഡിവൈസസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിന് പുറമേയായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസസിനെയാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ആണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? മറ്റൊരു പേര് പെരിഫറൽ ഡിവൈസസ് എന്ന് പറയും. ഓക്കെ, പെരിഫറൽ ഡിവൈസസ് എന്താണ്? ഇൻപുട്ട് ഔട്ട്പുട്ട് മൊഡ്യൂളിൽ വരുന്നതാണ്. Then next, input output devices
The central processing unit is connected devices. This is the peripheral devices. Common input devices the keyboard, mouse. Then other input devices and joystick use different input devices use. Then output device common monitor, printer, speaker, and different output devices use. This is connected on central processing unit connected on. Okay. Then input output devices in the collection include the peripheral device. Then an input output module is a mediator between the processor memory and an I/O device. Input output module is a mediator between the processor and or memory and I/O devices. Well, now the processor in input output devices connect the input output module. Okay. It controls the data exchange between the external devices and main memory or external devices and CPU registers. Main memory central processing unit data transfer exchanges control the input output module. The next one, system bus. System bus provides the communication among processor, main memory and I/O devices. The system bus is a pathway or is an electronic circuit between the processor and other devices. That is, the processor and other devices communicate or electronic pathway electronic circuit in the system bus. The system bus is a pathway composed of cables and connectors used to carry data between a computer microprocessor and the main memory. What are the three different types of system buses? We common system bus address bus, data bus and control bus. Three type system buses are address bus, data bus and control bus. Address bus to carry the address values. Data bus bidirectional data. The central processing unit memory data through and transfer data bus use. The next one, control bus control unit mattu devices control signals provide pathway control bus. Okay. Now, system bus, control bus and address bus and then include data bus is connected to memory, CPU and I/O devices. The types of buses: address bus carries memory address from processor to other components such as primary storage and input or output devices. Data bus carries the data between the processor and other components, and control bus carries control signals from the processor to the other components. Then the second part of architecture, section 2. We will discuss the main computer system architecture of a central processing unit. That is, central processing unit or CPU the main parts control unit and arithmetic and logic unit and then registers connected memory unit and then input and output devices connected. Okay, the input unit. Input unit is a user in a computer interact devices input devices. It provides data and instruction to the computer system. Commonly used input devices are keyboard, mouse, magnetic tab, etc. Input unit performs the following task. It accepts data and instructions from the outside environment and convert it into machine language. Supply the converted data to computer system. Input devices input device keyboard use
മൗസ് യൂസ് ചെയ്യാം, അതുപോലെ നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റോറേജ് ഡിവൈസ് ആയിരിക്കാം. കാരണം ഡാറ്റാസ് സ്റ്റോറേജ് ഡിവൈസ് എന്നായിരിക്കും എന്തിനകത്തേക്ക് പ്രൊവൈഡ് ചെയ്യുന്ന പ്രോഗ്രാംസിലൂടെ നമുക്ക് ഡാറ്റ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്ന ചിലപ്പോൾ സ്റ്റോറേജ് ഡിവൈസസ് കൂടി ആയിരിക്കും. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിനകത്തേക്ക് പ്രോസസ്സിങ്ങിന് ആവശ്യമായിട്ടുള്ള ഡാറ്റ പ്രൊവൈഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസസിനെയാണ് എന്ത് പറയുന്നത്, ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ആക്സെപ്റ്റ് ദ ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ഫ്രം ദ ഔട്ട്സൈഡ് വേൾഡ് ആൻഡ് കൺവേർട്ട് ഇറ്റ് ഇൻ ടു മെഷീൻ ലാംഗ്വേജ്. ഔട്ട്സൈഡ് വേൾഡിൽ നിന്ന് കൊടുക്കുന്ന ഡാറ്റാസ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റീഡബിൾ കോഡായിരിക്കും. ആ കോഡിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യാം, മെഷീൻ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. ആൻഡ് സപ്ലൈസ് ദ കൺവേർട്ടഡ് ഡാറ്റ ടു കമ്പ്യൂട്ടർ സിസ്റ്റം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഔട്ട്പുട്ട് ഡിവൈസ്. ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന് ഔട്ട്സൈഡ് ദ വേൾഡുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളതാണ് എന്ത്, ഔട്ട്പുട്ട് ഡിവൈസ്. ഇൻപുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഔട്ട്സൈഡ് വേൾഡിന് കമ്പ്യൂട്ടറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് ഇൻപുട്ട് യൂണിറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കമ്പ്യൂട്ടറിന് ഔട്ട്സൈഡ് വേൾഡിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, ഔട്ട്പുട്ട് യൂണിറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ട് ഔട്ട്പുട്ട് ഡിവൈസസിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? It connects the internal system of a computer to the external environment, and it provides the results of any computation or instructions to the outside world. And some output devices are printers, monitors, etc. Storage device. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഇതിനകത്ത് ഡാറ്റാസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇവിടെ സ്റ്റോറേജ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റോറേജ് യൂണിറ്റ് hosts the data and instruction. It also stores the intermediate results before these are sent to the output device. It also stores data for later use. The storage unit of a computer system can be divided into two categories, primary storage and secondary storage. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടറിനകത്തേക്ക് ഡാറ്റ കൊടുക്കണം, അതിൽ നിന്ന് വരുന്ന ഇൻഫോർമേഷൻസിനെ ഹോൾഡ് ചെയ്ത് വെക്കണം. എന്ത് ഉപയോഗിക്കാം, നമുക്ക് സ്റ്റോറേജ് യൂണിറ്റ് ഉപയോഗിക്കണം. ഈ സ്റ്റോറേജ് യൂണിറ്റ് രണ്ട് ടൈപ്പ് ഉണ്ട്, പ്രൈമറി സ്റ്റോറേജ് യൂണിറ്റ് ആൻഡ് സെക്കൻഡറി സ്റ്റോറേജ് യൂണിറ്റ്. പ്രൈമറി സ്റ്റോറേജ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടെമ്പററി യൂണിറ്റ് ആണ്. ദെൻ സെക്കൻഡറി സ്റ്റോറേജ് യൂണിറ്റ് ഈസ് എ പെർമനന്റ് യൂണിറ്റ് ആണ്. അപ്പോൾ ഇതിൽ പ്രൈമറി സ്റ്റോറേജ് യൂണിറ്റിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, റാം ആൻഡ് റോം ആണ് മെയിനായിട്ട് പ്രൈമറി സ്റ്റോറേജ് യൂണിറ്റിൻ്റെ എക്സാമ്പിൾസ്. ദെൻ റാം ആൻഡ് റോംസിൻ്റെ ഡിഫറെൻറ്റ് കാറ്റഗറീസും ഉണ്ട്. ഇവിടെ റാം, റോം, ക്യാഷ് മെമ്മറീസ്, പ്രോംസ്, ഇപ്രോംസ്, രജിസ്റ്റേഴ്സ് എക്സെട്ര ഇതാണ് പ്രൈമറി സ്റ്റോറേജ് യൂണിറ്റിനകത്ത് വരുന്നത്. ഇതിൽ റോം എന്ന് പറയുന്നത് ഇറ്റ്സ് എ പെർമനന്റ് മെമ്മറിയാണ്, പക്ഷേ ഇത് എന്താണ്, റീഡ് ഓൺലി മെമ്മറിയാണ്. അപ്പം നമുക്ക് അതിനകത്തേക്ക് ഡാറ്റ പെർമനൻ്റ് ആയിട്ട് യൂസേഴ്സിന് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല, യൂസർ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല. ഓക്കെ, ദെൻ സെക്കൻഡറി സ്റ്റോറേജ്. സെക്കൻഡറി സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ ഡാറ്റ പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാനാണ് അതിനുപയോഗിക്കുന്നത്. ഹാർഡ് ഡിസ്ക്, ഫ്ലോപ്പി ഡിസ്ക്, മാഗ്നറ്റിക് ടൈപ്സ് എക്സെട്ര ഇത്രയും കാര്യങ്ങളാണ് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസിനായിട്ട് ഉപയോഗിക്കുന്നത്. Then primary storage is a temporary and volatile ആണ്. Secondary storage എന്ന് പറയുന്നത് permanent and non-volatile ആണ്. Primary memory is directly accessible by processor and the secondary memory is not directly accessible by CPU. അപ്പോൾ സെക്കൻഡറി മെമ്മറിയിൽ നിന്ന് ഡാറ്റ പ്രൈമറി മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്തിട്ടാണ് ആർക്ക് ഉപയോഗിക്കാൻ പറ്റും, CPU-ന് യൂസ് ചെയ്യാൻ പറ്റും. Primary memory devices are expensive and the secondary memory devices are cheaper. The memory device used for primary memory are semiconductor device memories and the secondary memories are magnetic and optic memories. Okay, അപ്പോൾ ഇവിടെ സെമികണ്ടക്ടർ മെമ്മറി യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് ഈ പ്രൈമറി മെമ്മറിയുടെ സ്പീഡ് സെക്കൻഡറി മെമ്മറിയെ അപേക്ഷിച്ച് വളരെ കൂടുതലായിരിക്കും. പിന്നെ ഇത് എക്സ്പെൻസീവ് ആയതുകൊണ്ടാണ് പ്രൈമറി മെമ്മറി സ്മോളർ സൈസിൽ വരുന്നത്, അതായത് അതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി കുറയുന്നത്. ദെൻ സെക്കൻഡറി മെമ്മറിയുടെ കപ്പാസിറ്റി കൂടാൻ കാരണം അതിലുപയോഗിക്കുന്ന ടെക്നോളജി ചീപ്പർ ആയതുകൊണ്ടാണ്. ഓക്കെ, the primary memory is also known as main memory or internal memory and the secondary memory is also known as external memory or auxiliary memory. Okay, the next up
Input output devices, memory unit, and the next one is central processing unit. And the central processing unit, it contains control unit, arithmetic logic unit, and register. The arithmetic logic unit and control unit are together known as central processing unit. CPU is the brain of the computer system, and it performs the following tasks: it all operations and takes all decisions and controls all the units of computer. These are the main tasks of CPU. Then arithmetic logic unit. Arithmetic logic unit is a arithmetic and logical operations perform the space in arithmetic and logic units. ALU can perform basic operations such as addition, subtraction, division, multiplication, etc. And whenever the calculations are required, the control unit transfers the data from storage unit to arithmetic logic unit. When the operations are done, the result is transferred back to the storage unit. And the control unit. Control unit is controls all the operations of the computer. It controls the flow of data and instructions to and from the storage device, also known as central nerve system of the computer. Computer architecture operating system. Okay, bye.